ഡോക്ടർ മോഹൻ പിള്ള, ഇപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ ഉറി ആക്രമണമുണ്ടായി, അതിനുശേഷം പെഹൽഗാം ഭീകരാക്രമണമുണ്ടായി. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇന്ത്യ അതിന് പ്രതിരോധം തീർത്ത് തിരിച്ചടി നൽകിയത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത്തവണ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, കാരണം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന്. നമുക്കൊട്ടും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും സംയമനം പാലിച്ചുകൊണ്ടുള്ള നടപടികളിലേക്കാണ് ഇന്ത്യ ഇതുവരെ പോയിട്ടുള്ളത് എന്നതിൽ ഒരു തർക്കവും ഇല്ലതാനും. അപ്പോൾ ഇക്കുറി തിരിച്ചടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഡോക്ടർ മോഹനൻ പിള്ള. നമ്മൾ വീണ്ടും ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ബാലാക്കോട്ട് മാതിരിയോ ഉള്ളൊരു ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ അവർ ഹോംവർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. പിന്നെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഇൻ ദ സെൻസ് യു സി ജനറൽ പത്മനാഭൻ ചീഫായിരുന്ന സമയത്ത് കാർഗിലിന് ശേഷം ഇഫ് യു റിമെമ്പർ മാസീവ് മൊബിലൈസേഷൻ നടന്നിരുന്നു. അതിന് പേരിട്ടത് ഓപ്പറേഷൻ പരാക്രം എന്നായിരുന്നു. ഐബോൾ ടു ഐബോൾ, അതായത് ഇന്ന് വാർ സ്റ്റാർട്ട് ചെയ്യും, നാളെ വാർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതി ഞങ്ങളൊക്കെ ഈ 4 ദിവസത്തേക്കുള്ള റേഷൻ വരെ റെഡിയാക്കി ഏത് ടൈമിൽ എപ്പോഴും പോകാൻ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കി ചെയ്ത് ബോർഡറിൽ കുത്തിയിരുന്ന ഒരു സമയമുണ്ടായി. അതായത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സർട്ടൺ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സസിൻ്റെ മൊബിലൈസേഷൻ കപ്പാസിറ്റി അസസ് ചെയ്യാനും ഒരു ഡ്രില്ലും ഒക്കെ കൂടി ആവും ഇത്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വളരെ ഇതിൽ തന്നെ ഇരിക്കുന്നു. ട്രൂപ്സിനെ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്, നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. പക്ഷേ ദ പോയിന്റ് എന്ന് പറയുന്നത് ദ അറ്റാക്ക് എന്നുള്ളത് പറയുന്നത് അത് എല്ലായ്പ്പോഴും ഉള്ളതുപോലെ അത്ര ഈസി ആയിരിക്കില്ല. കാര്യം ടാർഗറ്റ് അസിമുലേറ്റ് നമ്മൾ അവിടെ ചെന്ന് ഒരു 1 hour 2 hour ഒരു അറ്റാക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വന്നു എന്നിട്ട് ക്ലെയിം ചെയ്യുന്ന പരിപാടി കൊണ്ട് നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ we have to that now things are move out of proportion. Entire world community is watching. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ബാലാക്കോട്ട് നടന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് നമ്മൾ അറിയുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് എപ്പോഴാണ് അറിഞ്ഞത്? ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ആണ് എല്ലാവരും ഇവൻ ദ മീഡിയ ആൻഡ് ഓൾ അറിയുന്നത്, എൻ്റെ ഔട്ട്സൈഡ് വേൾഡ് അറിയുന്നത്. അപ്പം ആക്ഷൻ അതുപോലെ ആയിരിക്കണം, സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഏതൊരു അറ്റാക്ക് ആണെങ്കിലും സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാതെ, ഫണ്ടമെൻ്റൽ തിങ് എന്ന് പറയുന്നത് സർപ്രൈസാണ്. ആ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു അറ്റാക്ക് ഉണ്ടാവും തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? സർപ്രൈസ് ഇൻ ദ സെൻസ് എക്സാക്ട്ലി ദേ ആർ റണ്ണിങ് ഫോർ ദെയർ ലൈഫ്. അവസാനം, അതായത് വേൾഡ് ഓർഡറിൽ അവസാനമായിട്ട് പപ്പറ്റ് ആണെങ്കിലും പേപ്പർ ടൈഗർ ആണെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു റോൾ മോഡലുണ്ട്. അതായത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഒരു 3rd വേൾഡ് വാർ വേണ്ട എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന UN എന്ന് പറയുന്നത്. ഒടുവിൽ അവസാന നിമിഷത്തിൽ അവരവിടെയും പോയി അപ്പീൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾ ഏതാണ്ട് ഏറ്റവും അധികം തന്നെ 36 മണിക്കൂറിന് ഞങ്ങളെ അടിക്കുമെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി, ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള രീതിയിൽ ആ ഒരു അപ്പീലുമായിട്ട് അവരവിടെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ അവസ്ഥയും നമുക്കത് മനസ്സിലാക്കാം. ഇത് ഈ 36 മണിക്കൂർ 24 മണിക്കൂറും ഐ എം നോട്ട് ഗോയിങ് ടു വിഷ്വലൈസ് അറ്റ് ഓൾ, ബട്ട് സർപ്രൈസ് വിൽ മെയിൻറ്റെയിൻ. അത് ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, വി വിൽ സ്ട്രൈക്ക് വെയർ ദേ ലീസ്റ്റ് എക്സ്പെക്റ്റഡ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അവരുടെ നമ്മുടെ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ബൈ നേവി, ഫ്രം നേവൽ സൈഡ്, മേ ബി ബൈ എയർഫോഴ്സ്, ഓർ ഈവൻ ഫ്രം ആർമി ഇറ്റ് സെൽഫ്. നമ്മൾ മേ ബി വി ആർ ട്രൈങ് ടു ഒക്കുപ്പൈ അവർ ഇത് ചെയ്തതുപോലെ, ടെററിസ്ഥാന് കാർഗിൽ ചെയ്ത പോലെ നമ്മൾ അവരുടെ കുറച്ച് പോസ്റ്റ് ഒക്കുപ്പൈ ചെയ്തിട്ട് കുറച്ച് നമ്മുടെ ഏരിയ തന്നെ ഇത് ചെയ്യുക. അപ്പോഴായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു വാർമോങ്കറിങ് ഓൾറെഡി കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ടെൻഷനിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നേ ഇല്ല. ദേ ആർ ബാർക്കിംഗ് ആൻഡ് റണ്ണിങ്. ദേ ആർ റിയലി സ്കെയർഡ്. പക്ഷേ അവർക്ക് ആ മാസീവ് മസ്റ്ററിങ് സപ്പോർട്ട് വേൾഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നുമില്ല. അതുകൊണ്ടാണ് അവർ രണ്ടാമത് ഇന്റേണൽ സ്റ്റെബിലിറ്റി, അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ വാർ കൺവെൻഷണൽ വാർ ഈസ് മെയർലി നോട്ട് പോസിബിൾ, ബിക്കോസ് പണ്ടത്തെ രീതിയിലുള്ള കൺവെൻഷണൽ വാർ അല്ല. പക്ഷേ ഇതിനകത്തൊരു പ്ലസ് പോയിന്റ് വരുന്നുണ്ട് കൺവെൻഷണൽ വാറിൻ്റെ. ഇന്ത്യ ആൻഡ് ടെററിസ്ഥാൻ തമ്മിലുള്ള അറ്റാക്ക് വരുമ്പം തീർച്ചയായിട്ടും ദ റോൾ ഓഫ് ടാങ്ക് അത് നമുക്ക് ഇപ്പോൾ പോലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ട്, ടാങ്ക് വാർഫെയർ എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ടെറൈൻ അങ്ങനെയാണ്. ഈവൻ പഞ്ചാബ് ആയാലും രാജസ്ഥാൻ ആണെങ്കിലും ആ ഒരു ഇതിൽ ഈവൻ ഗുജറാത്ത് കച്ച് ആൻഡ് ഭുജ് ഏരിയയിൽ ഒരു ഡോമിനൻസ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാങ്ക് വാർഫെയർ തന്നെ വേണം. ആ ടാങ്ക് വാർഫെയർ നടക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്.
അതായത് ടാങ്ക് എയർഫോഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. ബട്ട് നോർമലി നമ്മൾ ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ ബേസിക്കലി അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ ടാങ്ക് വാർഫെയർ ഉണ്ടാവും. ആ ടാങ്ക് വാർഫെയർ ഇല്ലാതെ പറ്റില്ല. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തുകയും ചെയ്യും. പിന്നെ ഞാൻ വീണ്ടും അതിലോട്ട് കൺവെൻഷണൽ വാറിലോട്ട് ഡീപ്പായിട്ട് പോകാത്തതിൻ്റെ ഒരു മുഖ്യ കാരണം, സിവിൽ അഡ്മിനിസ്ട്രേഷന് ബോർഡർ സ്റ്റേറ്റിൽ വില്ലേജൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്നുള്ളതല്ലാതെ നമ്മൾ തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെയിനായിട്ട് വരാൻ പോകുന്നുണ്ട് പാകിസ്ഥാനിൽ, സിയാൽകോട്ട് ജമ്മുവിൽ നിന്ന് അടുത്തുള്ള പാകിസ്ഥാൻ സിറ്റി, ടെററിസ്ഥാൻ സിറ്റി എന്ന് പറയുന്നത് സിയാൽകോട്ടാണ്. അപ്പം സിയാൽകോട്ടെ, കൊറ്റ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും മിസൈലൊക്കെ എയിം ചെയ്ത് വെച്ചിരിക്കുന്നത് പർട്ടിക്കുലർലി പഞ്ചാബ്, ഈവൻ ജമ്മു ആൻഡ് ഈവൻ രാജസ്ഥാൻ അങ്ങനെയുള്ള ആ ഏരിയയിലാണ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് തന്നെ സിവിൽ അഡ്മിനിസ്ട്രേഷന് വാണിങ്ങുകളും ഇൻ കേസ് ഓഫ് എനി എക്സിജൻസി വാട്ട് ദ സിവിൽ പോപ്പുലേഷൻ ഹാസ് ടു ഡു, എന്താണ് സിവിൽ പോപ്പുലേഷൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മാസീവ് വാണിങ് നമ്മൾ വളരെ നല്ല രീതിയിൽ കൊടുക്കും, വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ. അപ്പം ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ഒരു കാര്യം കൂടി, എൻ്റെ ഒരു സ്പെക്കുലേഷനാണ്. കാര്യം വിക്ടറി ഡേയിലോട്ട് പ്രൈം മിനിസ്റ്റർ പോസ്റ്റ്പോൺ അല്ല, പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ദാറ്റ് ഈസ് ഓൺ 7th or I think it is on 7th or 9th, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പം അത്രയും സമയമുണ്ട്. അപ്പോൾ ഇതിപ്പം ഇമ്മീഡിയറ്റ്ലി ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇമ്മീഡിയറ്റ്ലി. അപ്പം ഇവർ എന്തൊക്കെയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ബട്ട് നോട്ട് അറ്റ് ദി ഏർലിയസ്റ്റ് എന്നുള്ളത് നമുക്ക് ഒന്ന് വായിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ തോന്നുന്നത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോഴത്തെ ആ ഒരു സംഭവ വികാസങ്ങളിൽ നിന്നും കാര്യങ്ങളുടെയൊക്കെ കിടപ്പനുസരിച്ചിട്ടും തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട്, കാര്യം അവർക്ക് കുറച്ചുകൂടി പാനിക് ആവട്ടെ, ലെറ്റ് ദം ബി മോർ ആൻഡ് മോർ പാനിക്, സ്ലീപ്ലെസ് നൈറ്റ് അവരുടെ തുടങ്ങിക്കഴിഞ്ഞു, അവർ കുറച്ചുകൂടി അങ്ങ് സ്ലീപ്ലെസ് ആയിട്ടിരിക്കട്ടെ, ഇരുന്നതിന് ശേഷം ആ ഫാറ്റിഗ്യൂ അങ്ങ് ഡെവലപ്പ് ചെയ്യട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അപ്പോഴാണ് നമുക്ക് കാര്യം ഞാൻ പറഞ്ഞല്ലോ, കാര്യം നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ഇന്ത്യ ഗോട്ട് ദ ഹാബിറ്റ് ഓർ ഈവൻ ട്രഡീഷൻ ഓഫ് സിവിലൈസ്ഡ് വാറാണ്. നമുക്കൊരിക്കലും അൺസിവിലൈസ്ഡ് വാർ ചെയ്ത ഒരു ചരിത്രം നമുക്കില്ല. അപ്പം ആ സിവിലൈസ്ഡ് വാറിലോട്ടാണ് വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്, വി ആർ എയിമിംഗ് ഫോർ ദാറ്റ്, where we generally follow civilized war, where we used to get the international community support, massive international community support. അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്, അത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് എല്ലായ്പ്പോഴും ടിൽ നൗ ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയതുകൊണ്ട്, നമ്മളുടെ മദർലാൻഡ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ആംഗിളിലോട്ട് മാത്രം, അത് അൺസിവിലൈസ്ഡ് വാർ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ്യാമായിരുന്നു. ആ ടെററിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മേഴ്സി കൊണ്ട് സർവൈവ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ടെററിസ്ഥാൻ എന്ന് പറയുന്നത്, ബിക്കോസ് ഓഫ് പ്യുവർലി അവർ മേഴ്സി, അല്ലാതെ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഒരു അൺസിവിലൈസ്ഡ് പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാനത് ഒരിക്കലും വിഷ്വലൈസ് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ പോകുന്നത്, നോട്ട് അറ്റ് ദി ഏർലിയസ്റ്റ്. ബട്ട് ഡെഫിനറ്റ്ലി അവരെന്നല്ല, ജനറലി ഈവൻ മീഡിയ സ്പെക്കുലേഷൻസ്, പ്രൊപഗണ്ട വാർ, എൻ്റെ പബ്ലിക് ഒപ്പീനിയൻ, ഇതിലൊന്നും വരാത്ത രീതിയിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും they will get. അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. അതെ, മെയ് 9 ഈ വിക്ടറി ദിന പരിപാടി. ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം, പ്രധാനമന്ത്രിക്ക് പകരം പ്രതിരോധ മന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി പോകും എന്നുള്ളതാണ്.